സാറ് കൊല്ലത്തെ സഹാക്കൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവരിപ്പോൾ പാർട്ടിയെയും അതോടൊപ്പം തന്നെ നേതാക്കളെയെല്ലാം രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. മുൻപൊന്നും പിണറായി വിജയനെ വിമർശിക്കാൻ ആരും രംഗത്ത് വരുന്ന ഒരവസ്ഥ നാം കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനമുണ്ടായി. അതോടൊപ്പം തന്നെ പല നേതാക്കളെയും റഹീമും അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കളെയും വിമർശിച്ചു, മുതിർന്ന നേതാക്കളെയും വിമർശിച്ചു. എന്തായാലും ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായ ഈ വിമർശനം ഇനിയുള്ള പല ജില്ലകളിലേക്ക് പടരുമോ? ഈ പിണറായി വിജയൻ അങ്ങോട്ട് ചെന്നില്ലെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അപ്പം ആദ്യ ജില്ലാ സമ്മേളനം എന്ന് പറയുന്ന കൊല്ലത്താണ്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിൽ തന്നെ ആദ്യ ജില്ലാ സമ്മേളനവും നടന്നു. സുദേവൻ തന്നെ വീണ്ടും മൂന്നാം തവണയും പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മുടെ പതിവ് പോലെ CPM-ന്റെ പ്രതിനിധി സമ്മേളനം സാംസ്കാരിക ആചാര്യൻ, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം മൊത്തത്തിൽ ടെൻഡർ എടുത്തിരിക്കുന്ന താനാണ് സാംസ്കാരികം ഇങ്ങനെ തോളിലേറ്റി നടക്കുന്നത് എന്ന് സ്വയം ഭാവിച്ച് നടക്കുന്ന, അതായത് കേരളത്തിൻ്റെ രണ്ടാം മുണ്ടനാണ് എന്ന് അവകാശപ്പെടുന്ന, രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരം കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം രണ്ടാം മുണ്ടൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന MA ബേബി പ്രസംഗത്തിലൂടെ കോവിഡിനെ കേരളം കടത്തിയ, അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാണ് കോവിഡ് കേരളത്തിൽ നിന്ന് പോയത്. അങ്ങനെയുള്ള അദ്ദേഹം തന്നെ കൊല്ലത്തെ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. അവിടെ പറഞ്ഞത് എന്താണെന്നത് MA ബേബിക്കും അറിയത്തില്ല, കേട്ടോണ്ടിരുന്ന മൂത്ത സഹാക്കന്മാർക്കും കുട്ടി സഹാക്കന്മാർക്കും അറിവില്ല. കാരണം MA ബേബിയും P രാജീവും ഒന്നും പറയുന്നത് ആർക്കും മനസ്സിലാകാറില്ല, അവർക്കും മനസ്സിലാകത്തില്ല. മറ്റേ തേന്മാവിൻ കൊമ്പത്തല്ലേ, അതിനകത്താണെന്ന് കുതിരവട്ടം പൊക്കു അറിയുന്നില്ലേ, താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ എത്തിച്ചു തരും. അപ്പോൾ അങ്ങനെ ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് അവിടെ ആ ജില്ലയ്ക്കകത്ത് അല്ലാത്തവരെ കുറിച്ച് വിമർശനമുണ്ടായി. പിണറായി വിജയനെ വിമർശിക്കാം, വിമർശനം ഉണ്ടായി. പക്ഷെ ആര്യ രാജേന്ദ്രന് നേരെയാണ് വിമർശനം ഉണ്ടായത്. ആര്യ രാജേന്ദ്രന്റെ തിരുവനന്തപുരം അല്ലേ മേയർ, കൊല്ലത്തിന് വേറെ മേയറുണ്ട്. അപ്പോൾ അവരവിടെയൊന്നും അല്ല നോക്കിയത്, അവിടുത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ കൊല്ലം വിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോയി. കാരണം അത്ര സഹികെട്ടിരിക്കുകയാണ് കൊല്ലത്തെ സഹാക്കന്മാർ. മേയർ ആര്യ രാജേന്ദ്രന് ഉണ്ടാക്കിയ പേരുദോഷം, പാർട്ടിക്ക് ഉണ്ടാക്കിയ പേരുദോഷം ചില്ലറയല്ല. അത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, കേരളം മുഴുവൻ വ്യാപിക്കുന്നതാണ്. മേയറും മേയറുടെ ഭർത്താവ് സച്ചിനും കൂടെ ഇറങ്ങി റോഡിൽ കിടന്ന് ചവിട്ട് നാടകം കളിച്ചില്ലേ, പാവം പിടിച്ച KSRTC ഡ്രൈവറുടെ ജോലി കളഞ്ഞു, അയാളുടെ തന്തയ്ക്ക് വിളിച്ചു, അല്ലേ? അവര് ഇനി ലഹരിയൊക്കെ ഉപയോഗിച്ചാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. CPM-ന്റെ പാർട്ടി ഓഫീസിലൊക്കെ ഇപ്പൊ ലഹരി ഉണ്ടെന്നാണ് പറയുന്നത്. AK സെന്ററിൽ ചിലപ്പോൾ കാണുമായിരിക്കും, പാർട്ടി സെക്രട്ടറി ഉണ്ടെന്ന്, അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ചിന്താചാരം ബിയർ കുടിച്ചെന്നൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുന്നുണ്ട്. അത് ബിയറിന്റെ മാതിരിയുള്ള കുപ്പിയാണ് CPIM കൊടുത്തത്. പക്ഷെ പാർട്ടി അങ്ങനെ അങ്ങ് മണ്ടത്തരം കാണിക്കുമോ, പരസ്യമായിട്ടൊരു വേദിയിൽ ബിയർ കുടിക്കുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് CPM-ആണ്. ഒരിക്കൽ CPM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ VS പ്രസംഗിച്ച ആദ്യം വലിയ ആരവവും ബഹളവും, അത് പിണറായിക്ക് സഹിക്കത്തില്ല. അല്ല, ബിയർ കുടിച്ചാൽ എന്താണ്, ഈ ലോട്ടറിയും മദ്യവുമാണല്ലോ കേരളത്തിൽ. അപ്പോൾ കുറച്ച് പ്രൊമോഷൻ. അപ്പൊ പിന്നെ പിണറായി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പിണറായി അങ്ങോട്ട് എന്ത് ചെയ്തു, ബഹളം നിൽക്കുന്നില്ല. VS-ന്റെ ആ പ്രസംഗത്തിന്റെ ആ ലഹരിയിൽ അങ്ങനെ ആൾക്കാർ ആടുകയാണ്. അപ്പോൾ ഉടനെ പിണറായി, ഇത് CPM-ന്റെ പാർട്ടി സമ്മേളനമാണ്, കള്ളു കുടിച്ചും ആഭാസത്തരം കാണിക്കാനുള്ള ഇടമല്ല എന്നൊക്കെ പറഞ്ഞവരെ വിരട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചിന്തോചറാൻ തന്നെ കുടിച്ചത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതെന്തായാലും ആകട്ടെ, ഇനി വല്ല അരിഷ്ടം വല്ലതും ആണോ, അശ്വഗന്ധാദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിഷ്ടമായിരിക്കാം. ചിലപ്പോൾ പാർട്ടി ചിലപ്പോൾ കൊടുക്കുകയായിരിക്കും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട്. പണ്ട് ക്യാപ്സ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതെ, എന്ന് പറഞ്ഞ പോലെ ഊർജ്ജസ്വലമായി വന്ന് വിടുവായിത്തങ്ങൾ പറയാനായിട്ട്. CPM-ൽ കുറെ വിടുവായികളുണ്ടല്ലോ. റഹീമിനെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്, അല്ലെ? കാരണം ആകെ
രാജ്യസഭയിലോട്ട് വിട്ട് നേരെ ചൊവ്വേ 4 അക്ഷരം പറയാൻ കഴിയാത്ത ആളിനെ രാജ്യസഭയിൽ എങ്ങനെ പോയി? അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ചിന്താ ജെറോമിന്റെ കാര്യത്തിനകത്തും. കാരണം CPM-ന് ആകെ ഈ അവിടുത്തെ പെട്ടു നിൽക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. അതിലൊന്നാണ് മുകേഷ്. മുകേഷിനെ 2 തവണ MLA ആക്കി. ആദ്യത്തെ തവണ MLA ആക്കുമ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് PK ഗുരുദാസനാണ്. മുതിർന്ന നേതാവാണ് കേട്ടോ. PS പക്ഷക്കാരനായ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. 5 പൈസ വാങ്ങിച്ചിട്ടില്ല. നല്ല പേര് ഉള്ള ആളാണ്. PK ഗുരുദാസനെ അട്ടിമറിച്ചാണ് മുകേഷ് കയറിയത്. മുകേഷ് കയറി ഒരുവിധം ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2ാമത്തെ തവണയും എന്ത് ചെയ്തു? 21-ല് നേരെ ചൊവ്വേ നിയമസഭയിലൊന്നും പോകത്തില്ല. പിന്നെ സിനിമയ്ക്കും അല്ലെങ്കിൽ സീരിയലിന്റെ യൂത്ത് കോൺഗ്രസ്സുകാർ അതിനിടയ്ക്ക് ഇത് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, MLA കാണാനില്ലെന്ന്. അതെ, കൊല്ലത്തുകാർ തന്നെ പറയുന്നുണ്ട് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ജീവിതത്തിൽ അവർക്ക്. 2ാം തവണ എന്ന് കഴിഞ്ഞപ്പോൾ തീരദേശത്തുള്ള ഈ പിന്നെ സ്ത്രീകളൊക്കെ ചൂൽകെട്ടെടുത്ത് ചെയ്യുന്നു കേട്ടോ. മുകേഷിന്റെ നേരെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് പോട്ടെ, 2ാം തവണയും നിർത്തി. അന്ന് ഏതാണ്ട് 2000-ലോ 3000-ത്തിന് ഇടയ്ക്കുള്ള ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ കോൺഗ്രസ്സുകാരന്മാര് ഈ പിന്നെ നേരെ അവരുടെ പടലപ്പിണക്കം കാരണം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ മുകേഷ് ജയിച്ചു പോയത് 2ാം തവണ. ഇനി അതും പോരാഞ്ഞിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിൽ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ മുകേഷിനെ എന്ത് ചെയ്തത്? പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത്. അവിടെ വെറും ഒരു ചാവേറാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവർക്കും അറിയാം തോറ്റു തുന്നം പാടുമെന്നറിയാം. കാരണം 2014-ല് പ്രേമേന്ദ്രനെതിരെ അവിടെ മത്സരിച്ചത് MA ബേബി ആയിരുന്നു. 2019-ല് ബാലഗോപാലനാണ്. ബാലഗോപാലിനെ 19-ല് 1.5 ലക്ഷം വോട്ടിനാണ് പ്രേമേന്ദ്രൻ തോൽപ്പിച്ചത്. ഇദ്ദേഹത്തിന് MA ബേബിയുടെ പരാജയപ്പെടുത്തി. അത് വളരെ ദയനീയമായ പരാജയം തന്നെ ആയിരുന്നു. അന്നാണ് പിണറായി വിജയൻ അവിടെ ചെന്ന് പ്രസംഗിച്ചത് NK പ്രേമേന്ദ്രൻ പരനാറിയാണ്. കാരണം അതിനു മുമ്പ് LDF-ലായിരുന്നല്ലോ. അവിടെ നിന്ന് കൊല്ലം സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞപ്പോഴാണ് RSP അവിടുന്ന് ഇറങ്ങി വന്ന് UDF അഭയം കൊടുത്തു. അങ്ങനെ കൊല്ലം പാർലമെന്റ് മണ്ഡലം പ്രേമേന്ദ്രന്റെ കൈകളിൽ സുരക്ഷിതവുമാണ്. 2019 ചെന്നിട്ട് എന്ത് ചെയ്തു? പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചത് പരനാറി എന്നും പരനാറി എന്ന് ആവർത്തിച്ചു. അപ്പൊ എന്ത് ഭൂരിപക്ഷം കൂടി. എന്നിട്ട് അവർക്കറിയാം, CPM-ന് നന്നായിട്ട് അറിയാം ഇത് കിട്ടത്തില്ല, ഈ മണ്ഡലം പോയി. പ്രേമേന്ദ്രൻ അത്രത്തോളം വളരെ കരുതലോടുകൂടി ഈ മണ്ഡലത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുമായിട്ട് വലിയ അടുപ്പവുമുണ്ട്. എന്നിട്ട് പ്രേമേന്ദ്രനെതിരെ ഇവർ പറഞ്ഞു നടന്നത് പ്രേമേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നു. അദ്ദേഹത്തുമായിട്ടിരുന്ന് പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പോയി ചായയും വടയും കഴിച്ചതിന് വലിയ വിമർശനമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു MP-യോടെ പറയുക ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അത് കണ്ടേ തീരൂ. അതിനെന്താ തെറ്റ്? പ്രധാനമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ BJP ആകുകയാണോ ചെയ്യുന്നത്? ഒന്നുമല്ല. അത് മികച്ച പാർലമെന്ററിയന്മാരെ വിളിച്ച ഒരു കൂട്ടത്തിലാണ്. അത് ഇന്ത്യയിൽ തന്നെ ഒരു 6-7 പേര് പങ്കെടുക്കുന്ന സദസ്സിലാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അതെ, അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് ലഭിച്ചത്. ഏത് MP-യെ വിളിച്ചാലും ചെന്നേ പറ്റുള്ളൂ. റഹീമിനെ വിളിച്ചാൽ പോലും റഹീമിനെ വിളിക്കത്തില്ല. വിടുവായി തന്നെ പറയുന്ന ആളിനെ അവിടെ ഇരുത്തിയിട്ട് എന്ത് കാര്യം? അതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ്, ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഇവരും പലരൊക്കെ പറഞ്ഞു നിർത്തി BJP-യിലേക്ക് ചേരാൻ പോവുക. അന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ പ്രേമേന്ദ്രന് പാർലമെന്റിൽ വന്ന് പ്രസംഗിക്കുമ്പം മോദിയെ എതിർത്തുകൊണ്ട് സംസാരിക്കുക ഒക്കെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കൊല്ലം സമ്മേളനത്തിനകത്ത് അവർ പറയുന്നത് ഈ മുകേഷ് ആണ് അവിടെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത് മുഴുവൻ ഇടവും. സാധാരണ LDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാരെ LDF-ന് കിട്ടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടം ഇപ്പോൾ മുകേഷായിട്ട് നശിപ്പിച്ച് കുളം തോണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ വിമർശനം ഉയർന്നു. ഇനി മറ്റു ജില്ലകളിലും ഉണ്ടാകാം.